മാർക്കറ്റ് അൺസർട്ടനായി തുടരുന്ന സമയത്തും ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയ ചില ഹൈ മൊമെൻറ്റം സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിഗണിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സൊമാറ്റോ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.8% ഇടിഞ്ഞ് $186.80 അടുത്ത് ക്ലോസിംഗ് നൽകി. 1.62 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് ഒരു മാസം കൊണ്ട് 18% റിട്ടേണും 6 മാസം കൊണ്ട് 64% റിട്ടേണും ഒരു വർഷം കൊണ്ട് 246% റിട്ടേണും നൽകി. UBS എന്ന ബ്രോക്കേജ് ഏജൻസി സൊമാറ്റോയ്ക്ക് ബൈ എന്ന റേറ്റിംഗും 250 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ക്വിക്ക് കൊമേഴ്സ്യൽ സെക്ടറിലെ കമ്പനിയുടെ ഗ്രോത്തും മാർജിൻ പൊട്ടൻഷ്യലും പരിഗണിച്ചാണ് UBS ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. വരുന്ന 2 വർഷം കൊണ്ട് കമ്പനിയുടെ എബിറ്റയിൽ 9% വളർച്ച പ്രതീക്ഷിക്കാം. കൂടാതെ 2024-29 ഫിനാൻഷ്യൽ ഇയറിൽ സൊമാറ്റോയുടെ ഗ്രോസ് മർച്ചൻഡൈസ് വാല്യൂ 45% CAGR കൂടി വളരും എന്നാണ് UBSൻ്റെ അനലിസ്റ്റുകൾ പറയുന്നത്. സൊമാറ്റോയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ബ്ലിങ്കിറ്റും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 2024 ഫിനാൻഷ്യൽ ഇയറിൽ 70% വളർച്ചയും 2025 ഫിനാൻഷ്യൽ ഇയറിൽ ബ്ലിങ്കിറ്റ് 41% വളർച്ചയും കൈവരിക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷൻ, എൻഹാൻസ്ഡ് ഓർഡർ ഫ്രീക്വൻസി, കൂടുതൽ സ്റ്റെബിലൈസ് ആയ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ് എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ബ്ലിങ്കിറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. 2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ എബിറ്റയിൽ 10% വളർച്ച വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അനലിസ്റ്റുകൾ സൊമാറ്റോ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യുന്നത്. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സൊമാറ്റോ 155 രൂപയ്ക്കടുത്ത് ബ്രേക്കൗട്ട് നൽകിയതിനു ശേഷം 200 വരെ ഉയർന്നിരുന്നു. 200-ൽ നിന്നും സ്റ്റോക്ക് കറക്റ്റായി ഇപ്പോൾ 186 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 180, 170, 185 തുടങ്ങിയ ലെവലുകളാണ് സൊമാറ്റോയുടെ സപ്പോർട്ട് റേഞ്ചുകൾ. രണ്ടാമത്തെ സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.8% ഇടിഞ്ഞ് 7569 അടുത്ത് ക്ലോസിംഗ് നൽകി. 45,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 126. ഫ്ലാറ്റ് ഡിവിഡൻഡ് യീൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരു മാസം കൊണ്ട് 7% റിട്ടേണും ഒരു വർഷം കൊണ്ട് 185% റിട്ടേണും ഡിക്സൺ ടെക്നോളജി ഇൻവെസ്റ്റേഴ്സിന് നൽകി. ട്രാൻസിഷൻ ഹോൾഡിംഗ്സ് ഇന്ത്യ മൊബൈൽ അസംബ്ലി യൂണിറ്റിൻ്റെ മേജർ സ്റ്റേക്കുകൾ ഡിക്സൺ ടെക്നോളജി അക്വയർ ചെയ്യുന്നതോടുകൂടി ഡിക്സൺ ടെക്നോളജിയുടെ റവന്യൂ വരുന്ന 2 വർഷത്തിനുള്ളിൽ ഇരട്ടിയാകുമെന്നും കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് മികച്ചതാകുമെന്നും അനലിസ്റ്റുകൾ അവകാശപ്പെടുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് HSBC എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 8,400 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ഡിക്സൺ ടെക്നോളജി 7,500 എന്ന റേഞ്ചിനടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 6,500-ൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് 8,000 വരെ ഉയർന്നിരുന്നു. 8,000-ൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് സ്റ്റോക്ക് ഇപ്പോൾ 7,500-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 6,500-നും 7,000-നും ഇടയിൽ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ TCS 1.6% ഇടിഞ്ഞ് 3,875-നടുത്ത് ക്ലോസിംഗ് നൽകി. ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായിട്ടും എൻ്റയർ IT സെക്ടർ വീക്ക് ആയതിൻ്റെ പശ്ചാത്തലത്തിലാണ് TCS കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.6% ഇടിഞ്ഞത്. TCSൻ്റെ 52 വീക്ക് ഹൈ 4,254. TCSന് JP മോർഗൻ ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും 4,500 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ ഡിസ്ക്രിഷണറി ട്രാൻസ്ഫോർമേഷൻ സെക്ടറിലെ ക്രോസ് സൈക്കിൾ ചാമ്പ്യനായിട്ടാണ് JP മോർഗൻ TCSനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പൈപ്പ് ലൈൻ വഴി $900 മില്യൺ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇത് വരും സമയങ്ങളിലെ കമ്പനിയുടെ വളർച്ച ഉറപ്പാക്കുന്നു. ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് പരിഗണിച്ച് മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ KR ചോക്സി TCSന് ബൈ എന്ന റേറ്റിംഗും 4,194 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് കമ്പനി കാഴ്ചവെച്ചു. കമ്പനിയുടെ റവന്യൂ 3.5% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. ഇന്ത്യയിലെ റവന്യൂവിൽ 37% വളർച്ചയും UK-യിലെ റവന്യൂവിൽ 6% വളർച്ചയും കമ്പനി കൈവരിച്ചു. മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൽ 9.7% വളർച്ച കൈവരിക്കുകയും എബിറ്റ മാർജിൻ 151 ബേസിസ് പോയിൻ്റ് ഉയരുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 9.3% ഉയരുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സ്ട്രോങ് ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂവിൻ്റെ പശ്ചാത്തലത്തിലും TCSനെ അക്കുമുലേറ്റ് ചെയ്യാനാണ് KR ചോക്സി എന്ന ബ്രോക്കേജ് ഏജൻസി പറയുന്നത്. TCSനെ സംബന്ധിച്ചിടത്തോളം 3,750 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. 4,000, 4,250, 4,500 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. മറ്റൊരു സ്റ്റോക്ക് വേദാന്ത കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2% ഉയർന്ന് 377-നടുത്ത് ക്ലോസിംഗ് നൽകി. അമേരിക്കയിലെയും ചൈനയിലെയും മാനുഫാക്ചറിംഗ് സെക്ടറിലുണ്ടായ ഉണർവ് ഗ്ലോബലി മെറ്റൽ സ്റ്റോക്കുകൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു.
മെറ്റൽ സെക്ടറിലെ ഒരു മികച്ച കമ്പനി ആയതുകൊണ്ട് വേദാന്ത വരും സമയങ്ങളിൽ പെർഫോമൻസ് നടത്താനുള്ള സാധ്യത കൂടുതലാണ്. 1.40 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.84, ഡിവിഡൻഡ് ഈൽഡ് 16%, 52 വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. CLSA എന്ന ബ്രോക്കേജ് ഏജൻസി വേദാന്തയ്ക്ക് ബൈ എന്ന റേറ്റിംഗും 390 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ കമ്പനി അതിൻ്റെ വിവിധ സെഗ്മെൻറ്റിലേക്കുള്ള പ്രൊഡക്റ്റുകളിൽ നിന്നുള്ള അതിൻ്റെ വിവിധ സെഗ്മെൻറ്റുകളിലെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി എൻഹാൻസ് ചെയ്തതും പ്രോഫിറ്റബിലിറ്റി ഉയർത്തുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് CLSA ബൈ എന്ന റേറ്റിംഗും 390 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേദാന്ത എന്ന കമ്പനി ഓർഗനൈസേഷണൽ റീസ്ട്രക്ചറിങ് നടത്താൻ പോവുകയാണ്. ഇതോടൊപ്പം തന്നെ കമ്പനി അതിന് മുകളിലുള്ള ഡെപ്റ്റ് കുറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട്. 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി വേദാന്തയുടെ EBITDA $5 ബില്യൺ നിന്നും $7.5 ബില്യൺ ഉയരും എന്നാണ് CLSAയുടെ അനലിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ടാണ് വേദാന്തയ്ക്ക് ബൈ എന്ന റേറ്റിംഗും 390 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. വേദാന്ത എന്ന സ്റ്റോക്കിൽ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ കാണാൻ സാധിക്കും. സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ടാർഗറ്റായ 400, 420 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ചിലപ്പോൾ ഉയർന്നേക്കാം. അവസാന സ്റ്റോക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 1.4% ഇടിഞ്ഞ് 2614 ക്ലോസിംഗ് നൽകി. 73,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 108, 52 വീക്ക് ഹൈ 2791, 52 വീക്ക് ലോ 1255. ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് ബൈ എന്ന റേറ്റിംഗും 3175 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ Q4 ബിസിനസ് അപ്ഡേറ്റിൽ 9500 കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി നടത്തിയത്. കമ്പനി നടത്തിയ ടൈംലി ലാൻഡ് അക്വിസിഷൻ മൂലം കമ്പനിക്ക് അതിൻ്റെ പ്രോജക്റ്റുകൾ വളരെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാനും ഉയർന്ന മാർജിൻ ഉറപ്പുവരുത്താനും സാധിക്കും. ഈ ഫാക്റ്റുകൾ പരിശോധിച്ചാണ് ജെഫ്രീസ് ബൈ എന്ന റേറ്റിംഗും 3175 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. 2750 നിന്നും സ്റ്റോക്ക് കറക്റ്റായി 2600 ട്രേഡ് ചെയ്യുന്നു. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഇവിടെ നമുക്ക് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ കാണാൻ സാധിക്കും. 2250 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്റ്റോക്കിൽ 3000 രൂപയുടെ ടാർഗറ്റ് അല്ലെങ്കിൽ 3200 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്